അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടിപ്സാണ്. ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല കേട്ടോ, പകരം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിന് മഞ്ഞ കളറ് കറ പിടിച്ചിരിക്കുന്ന പല്ലുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ആ കറ പിടിച്ച പല്ലുകളൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ്. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ച് എൻ്റെ മോൻ, പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ വെള്ളം അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ ഇങ്ങനെ മഞ്ഞ പോലെ ഇങ്ങനെ പാട് വരും കേട്ടോ. അത് ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചായിരുന്നു, ഇപ്പോഴല്ല നേരത്തെ കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണ്, അതങ്ങനെ മാറാനായിട്ട് പാടാണ്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ പോയി ക്ലീനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴും വീണ്ടും ഇത് വരാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ഒരു ടിപ്സാണ്, നല്ല അടിപൊളി ടിപ്സാണ്. ഇപ്പൊ പല്ലിലെ കറയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ പല്ലിലുണ്ടായിരുന്നു, അവരിപ്പോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ പല്ലിലെ കറ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അത് എന്താണ് അതിനകത്തെ സംഭവങ്ങൾ, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് ഈ പല്ലിലെ കറ കൊണ്ട് വിഷമിക്കുന്നവർ കാണും അല്ലെ, ചിരിക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ പല്ലാകുമ്പം എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ ചിരിക്കുമ്പോഴേ നല്ല പല്ലൊക്കെ വേണ്ടേ, അതിനുള്ള ടിപ്സാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പിന്നെ നമ്മുടെ കുഞ്ഞി പാചകങ്ങളും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു, രാവിലെ ചപ്പാത്തി ആയിരുന്നു. എപ്പോഴും ഇതൊക്കെ എന്നാ കാണിക്കാനാന്ന് ഓർത്താണ് ചപ്പാത്തി ഒന്നും എടുക്കാഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇന്നലെ വേളൂരി വാങ്ങിച്ചായിരുന്നു. വേളൂരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുഞ്ഞു മീനാണ്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് മുളക് പൊടിയും ഉപ്പും ഒരു ശകലം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും, നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കും. ഞാനിത് വറുത്ത് വെച്ചായിരുന്നു. അപ്പം രാവിലെ ഇന്നലെ വാങ്ങിച്ചിട്ട് ഞാൻ ഇത്രേ വെട്ടിയുള്ളൂ, ബാക്കി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. കുറച്ച് വെട്ടിയപ്പോൾ എനിക്ക് വയ്യായിരുന്നു, എനിക്ക് പനി ഒരിതാണ്. അപ്പം ഞാനും രവിചേട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പൊ രവിചേട്ടൻ പറഞ്ഞു ഒന്നും വെക്കൊന്നും വേണ്ട. അപ്പൊ ഇന്നലത്തെയൊക്കെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് പകുതി വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വയ്യാഴിക. പിന്നെ എനിക്കും എൻ്റെ അനിയത്തി അവക്കും പനി കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ വന്നിരിക്കുന്നു. അവൾ ഇന്നലെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇന്നലെ എന്നെ വിളിച്ചതാണ്, അപ്പം ഞാൻ പോയില്ല, ഇത് കുറയും എന്നും പറഞ്ഞിരുന്നു. പക്ഷെ കുറഞ്ഞില്ല. പക്ഷെ നല്ല തലവേദനയും നല്ല തണുപ്പും. പക്ഷെ എനിക്ക് ജലദോഷം വലുതായിട്ടില്ല. അപ്പോൾ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മരുന്നൊക്കെ തന്നു. അവക്കും അതുപോലെ തന്നെ. അപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിയാതെ നമുക്ക് പോയി കിടക്കാൻ പറ്റത്തില്ല. ഇപ്പം എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയല്ലേ നമുക്ക്. അപ്പം ഇതുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വലിയ കറിയൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിലെ കറ പോകുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇത്രയും ഇഞ്ചി മതിയാകും. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ കല്ല് കാണുമല്ലോ, കല്ലാണെങ്കിൽ കല്ലിലിട്ട് ചതയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിലിട്ട് ചതയ്ക്കുക. പക്ഷെ ഇങ്ങനത്തെ കല്ലിലിട്ട് ചതയ്ക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പക്ഷെ ഇതിനെ എന്നിട്ട് നന്നായിട്ട് ചതച്ച് കൊടുക്കുക. ചതച്ചിട്ട് നമുക്കിതിൻ്റെ നീരെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് എടുക്കാം. കുറച്ച് മതി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, ഇത് ധാരാളമാണ്, ഒരുപാട് വായിക്കാത്തിട്ട് കുത്തരുത്. അപ്പോൾ ഇഞ്ചി നീരെടുത്തു. ഇതിനകത്തോട്ട് ഒരു നാരങ്ങ അതാ പിഴിഞ്ഞു കൊടുക്കും. കണ്ടോ, കുരു വീണ് കഴിഞ്ഞാൽ എടുത്ത് കളയുക. കണ്ടോ, അപ്പോൾ ഇഞ്ചി നീരും നാരങ്ങ നീരും കണ്ടല്ലോ. ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. കുറച്ച് ഉപ്പ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പല്ലിൽ തേച്ച് കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്, അതവിടെ ഇരിക്കട്ടെ. ഇത് ഒരു ടിപ്പ്. ഇനി അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കുരുമുളക് എടുക്കുക. കുരുമുളക്, നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് എടുത്തിട്ട് നമ്മുടെ ഇടികല്ലിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പൊടി. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി എടുക്കരുത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക, ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ താനെ പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഇടികല്ലിപ്പോൾ ഇഞ്ചി പിഴിഞ്ഞെടുത്തുകൊണ്ടൊന്ന് നനഞ്ഞിരിക്കുവാണ്. അപ്പം ഞാനത് കഴുകിയായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുവിധം പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കും മേടിക്കുന്ന കുരുമുളക് മുഴുവൻ എടുത്തേക്കരുത് കേട്ടോ, കുറച്ച് മതിയാകും. എടുത്തു കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കണ്ട, ഉപ്പ് ചേർക്കുക. ഇതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ട, ഈ 2 ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെയാണ് പല്ലിൽ തേക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും എങ്ങനെയാ പല്ലിൽ തേക്കണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് നമ്മൾ രാവിലെ പല്ല് തേക്കത്തില്ലേ, അപ്പോൾ രാവിലെ പല്ല് തേക്കുമ്പോഴത്തേക്കും ഇതിട്ട് പല്ല് തേക്കുക. നമ്മുടെ ബ്രഷില്ലേ അത് ഇതിലേക്ക് മുക്കുക. എന്നിട്ട് പല്ല് തേക്കുക. നമ്മുടെ പല്ലിലെ കറകളെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. സൂപ്പറാവും. നന്നായിട്ട് മാറുമെന്ന് വെച്ചാൽ നന്നായിട്ട് മാറും. ഞാൻ അങ്ങനെ ആയിരുന്നു എൻ്റെ മക്കളുടെ പല്ലിലെ കറയൊക്കെ മാറ്റിയെടുത്തത്. ചിലവരുടെ പല്ല് കണ്ടു കഴിഞ്ഞാൽ നിറച്ച് കറ. എൻ്റെ പിന്നെ പല്ലിൽ അങ്ങനെ കറയില്ല കേട്ടോ. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പല്ല് തേക്കുന്ന പോലെ തേക്കുക. തേച്ചിട്ട് നന്നായിട്ട് കഴുകുക. ഒരുപാടെടുത്ത് കുത്തി തേക്കരുത്. നമ്മുടെ ഇവിടെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഇഞ്ചിനീരാണ്, നീറും. അതുപോലെ ഇത് കുരുമുളകാണ്, നീറും. അത് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ഇവിടെ ഒന്നും ഒരുപാട് വാരി തേക്കരുത്. ഉള്ളി പല്ലിൽ മാത്രം മുട്ടിയിട്ട് തേക്കുക കേട്ടോ. നല്ല ഒരു എഫക്റ്റായിട്ടുള്ള നല്ല ഒരു ടിപ്പാണിത്. അടിപൊളിയാണ്. നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ വളരെ യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോയിൽ ഇടാറുള്ളൂ കണ്ട. അപ്പോൾ ഇത് രണ്ടും. ഇനി വേറൊരെണ്ണം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ മാവല, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മാവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തളിര് മാവലയില്ലേ, തളിര് മാവല വായിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചവയ്ക്കുക. ഇറക്കരുത്, നന്നായിട്ട് ചവയ്ക്കുക. ചവച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ബ്രഷിട്ടോ കൈയിട്ടോ നിങ്ങൾക്ക് ഏതാണ് യുക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലെ കറ പോകാനായിട്ട് പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആരുടെയും വീട്ടിൽ തെങ്ങും തേങ്ങയൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ ഒട്ടുമില്ല. പിന്നെ തേങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങ നിൽക്കുന്ന സാധനത്തിന് പറയുന്നത് കൊലാഞ്ഞിലെന്നല്ലേ പറയുന്നത്. നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ഇടുക. കൊലാഞ്ഞിലെന്ന് പറയും. അതിനകത്തുനിന്ന് ഒരെണ്ണം ചെത്തി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചതയ്ക്കുക. ഒന്ന് നമ്മുടെ അരകല്ലി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലി വെച്ചോ എങ്ങനെയും ചതയ്ക്കുക. ചതച്ചതിന് ശേഷം ആ കൊലാഞ്ഞിലിൻ്റെ അറ്റം ഇട്ട് നമ്മുടെ പല്ലൊന്ന് തേച്ച് നല്ല ക്ലീൻ ആയിട്ടിരിക്കും, ഉറപ്പാണ്. അപ്പം ഈ നാരങ്ങയുടെയും ഇഞ്ചിനീരിൻ്റെ ഉപ്പിൻ്റെയും ടിപ്സ് സൂപ്പറായിട്ടാണ്. അതുപോലെ തന്നെ നല്ലതാണ് ഈ കുരുമുളകും ഉപ്പും ഇട്ട് തേക്കുന്നത്. ഒരു ദിവസം ഈ കുരുമുളകും ഉപ്പും അല്ലെങ്കിൽ ഇഞ്ചിനീരും ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മാറത്തില്ല. അപ്പം നിങ്ങൾ പല്ല് തേക്കുമ്പം രാവിലെയും വൈകിട്ടും തേക്കുക. രാവിലെയും വൈകിട്ടും എല്ലാവരും പല്ല് തേക്കത്തില്ലേ? ചില ദിവസം ഞാൻ വൈകിട്ടേ പല്ല് തേക്കത്തുള്ളൂ. മടി പിടിച്ച ദിവസമാണെങ്കിൽ വൈകിട്ട് പല്ല് തേക്കലില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് എന്ന് പറയാം അല്ലേ, ഒന്നിൽ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.